Hi friends, welcome to my channel Creative Sai. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ബാക്കി വന്ന ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ മാലയും കമ്മലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പശയുടെ ഒരു അടപ്പാണ് ഞാനിവിടെ റൗണ്ടിന് വേണ്ടി വരയ്ക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാലയ്ക്കാണെങ്കിൽ ഞാനൊരു 5 റൗണ്ടാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. കമ്മലും സെയിം റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അഞ്ച് റൗണ്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 5 പീസസും ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കോർത്തെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പിന്ന് വെച്ചിട്ട് 2 ഹോൾ ഇടണം. അപ്പോൾ ഒരു ഹോളിട്ട് അതിൻ്റെ നേർ ഓപ്പോസിറ്റാണ് അടുത്ത ഹോൾ ഞാനിതിൽ ഇടുന്നത്. ഇതുപോലെ ബാക്കി 4 പീസസിൽ നമുക്ക് ഹോൾ ഇടാം. ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാർഡിലോ എൻ്റെ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇടുന്നതാണ്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒന്ന് പരുത്തി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാർഡ്ബോർഡ് കട്ട് ചെയ്യാനെടുത്ത അതേ ഗ്ലൂവിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ ക്ലേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ കാർഡ്ബോർഡ് പീസിൽ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ക്ലേ നമുക്കതിൽ ഒട്ടിച്ചു വയ്ക്കും. നേരത്തെ കാർഡ്ബോർഡിൽ നമ്മൾ ഹോളിട്ടതുപോലെ അത് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. കാരണം ക്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഹോളിടാൻ പാടാണ്. ഒരു മാർക്കിങ്ങിന് കൂടി നടുക്ക് സ്കെച്ചിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാനൊരു റൗണ്ട് കൊടുക്കുകയാണ്. കമ്മലിലും സെയിം റൗണ്ട് കാർഡ്ബോർഡ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലേ ഈ കാർഡ്ബോർഡിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടിട്ട് സ്റ്റഡ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ക്ലേ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലും സ്കെച്ചിന്റെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്ലേയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങാൻ വെക്കാം. വെയിലത്ത് വെച്ചാൽ 1 മണിക്കൂർ മതി ഉണങ്ങാൻ. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ആക്രിലിക് പെയിന്റ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ഗ്രീനും ആക്രിലിക് പെയിന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ക്ലേ ഒട്ടിക്കത്ത മറുഭാഗത്ത് ഞാനിവിടെ ബ്ലൂവും ഗ്രീൻ കളറൊക്കെയാണ് കൊടുക്കുന്നത്. ഞാനിവിടെ കമ്മലുകളുടെ കളർ സെയിം അല്ല കൊടുക്കുന്നത്. ഒന്നിൽ ഔട്ടർ ലെയർ ഗ്രീൻ ആണെങ്കിൽ മറ്റേ കമ്മലിൽ ഔട്ടർ ലെയർ ഡാർക്ക് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ പെയിന്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പീസസ് ഒക്കെ ജോയിൻ ചെയ്യാൻ ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മാലയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സൂചിയിൽ നമ്മുടെ ഈ സിൽക്ക് ത്രെഡ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുൻപ് ഹോളിട്ട് വെച്ച ആ ഇതിൽ കൂടെ സൂചി കടത്തി എല്ലാ പീസസും ജോയിൻ ചെയ്തെടുക്കാം. കമ്മലിലൊക്കെ ഉപയോഗിക്കുന്ന റിങ്സ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ എടുക്കാത്തത് കാരണം ഈ മാല ഞാനൊരു ചോക്കർ മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിലൊക്കെ കൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത്.
മാലയുടെ കെട്ടിന് വേണ്ടി ഞാനിവിടെ എംബ്രോയിഡറി ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ത്രെഡ് നൂലൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 എൻഡിലും ഞാനിവിടെ കുരുക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ നൂല് ഇളകി പോവാതിരിക്കാൻ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എല്ലാ നൂലിൻ്റെ കെട്ടിൻ്റെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് മാച്ചിങ് ഇയറിങ്ങും മാലയും. അപ്പോൾ കമ്മൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടും 2 കളറാണ്. അപ്പോൾ ഇതാണ് ഞാൻ തയ്ച്ച ഡ്രസ്സാണ്. അപ്പോൾ ഈ അതേ സെയിം ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടാണ് ഞാനിവിടെ മാലയും കമ്മലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.